ശ്രീ മുരളി പെരുന്നല്ലി. സാർ, വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നും ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം നടപ്പാക്കുന്ന വി കെയർ പദ്ധതി പ്രകാരം എത്ര പേർക്ക് ചികിത്സാ സഹായം അനുവദിച്ചിട്ടുണ്ട്, ഇത് എത്ര രൂപയാണ് അനുവദിച്ചത് എന്നുള്ളത് വ്യക്തമാക്കാം. വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച വയോജന കമ്മീഷൻ നിയമം മൂലം തന്നെ നിലവിൽ വന്നിരിക്കുകയാണ്. വയോമിത്രം പദ്ധതി എല്ലാ നഗരപ്രദേശങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളിലും വയോജനങ്ങൾക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു. മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ 27 റവന്യൂ ഡിവിഷനുകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. RDOമാരുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രിബ്യൂണലുകൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും നൽകി വരുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ വകുപ്പിൻ്റെ ചെലവിലാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ നടന്നു വരുന്നത്. സായംപ്രഭ ഹോമുകളും മാതൃകാ സായംപ്രഭ പദ്ധതിയും പകൽ വീടുകൾ എന്ന നിലയിൽ വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്. വയോരക്ഷാ പദ്ധതി പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് ആവശ്യമായ എന്ത് സഹായവും ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്നതിനു വേണ്ടി സാമൂഹ്യനീതി ഓഫീസർമാരിലൂടെ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്. വയോരക്ഷാ പദ്ധതി പ്രതിസന്ധി ഘട്ടത്തിൽ മെഡിക്കൽ സേവനം, ആംബുലൻസ് സർവീസ്, മരുന്നുകൾ, സുരക്ഷിതമായ പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നുണ്ട്. വയോ അമൃതം പദ്ധതി വയോജന ഹോമുകളിലെ അന്തേവാസികൾക്കുള്ള ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സാ സൗകര്യമാണ്. ഓർമ്മത്തോണി എന്ന പദ്ധതി ഡിമെൻഷ്യ ബാധിത വയോജനങ്ങൾക്കുള്ള സഹായം നൽകുന്ന മെമ്മറി ക്ലിനിക്കുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ്. തുടങ്ങി ദ്രുതകർമ്മസേന RRT ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പെട്ടെന്ന് രൂപീകരിച്ച് പരിശീലനം നൽകി തയ്യാറാക്കിയിരിക്കുകയാണ്. അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ, എൽഡർലി ഹെൽപ്പ് ലൈൻ വയോജന മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സല്ലാപം എന്ന പേരിൽ ഫോൺ എ ഫ്രണ്ട് എന്ന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, വി കെയർ പദ്ധതി പ്രകാരം എത്ര പേർക്ക് ധനസഹായം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 604 ഗുണഭോക്താക്കൾക്കായി 15,61,00,000 രൂപ ഈ സർക്കാരിൻ്റെ കാലത്ത് ചികിത്സാ സഹായമായി വി കെയർ പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട്.